പച്ച മതിയാ? ഞാൻ അറിയാത്ത എന്ത് പണിയാണ് ചേട്ടൻ അവിടെ ഉള്ളത്, അതാണ് എനിക്ക് അറിയണ്ടേ. എങ്ങനെയാണ് ഈ സാധനം ഇരിക്കണത്? ഇതിൽ പറയണ്ട 4 കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിക്കേണ്ടത്. അപ്പം 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ ചേട്ടൻ ചിലപ്പോൾ പകരം വീട്ടോ നോക്കാം. കുറെ കുറ്റം പറഞ്ഞു. പച്ച, മഞ്ഞ, ചുമപ്പ്. ശരിക്കും വേറെ നമ്മൾ ഉപ്പ് ചേർക്കണില്ല കേട്ടാ. നമ്മൾ പ്രൊഫഷണൽസ് തന്നെ. അതെ, അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, തട്ടിപ്പോയി. നല്ല രസമുണ്ട് കേട്ടാ, സൂപ്പറായിട്ട്. എന്താ പറയുക, നല്ല പൗരന്മാരായിട്ട് കുട്ടികളെ വാർത്തെടുക്കാനൊക്കെ ആയിട്ട് SPC വളരെയേറെ ഉപകരിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജഗുവിൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട് അവനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ കൊണ്ടുവരാറായിട്ടില്ല, കാരണം 3:30 സ്കൂൾ വിട്ടു. അപ്പോൾ ജഗു SPCയിൽ ചേർന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അത് ജഗുവിൻ്റെ സ്കൂളിലുണ്ട്. അവിടെ കുട്ടികളെ സീനിയേഴ്സിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. വലിയൊരു പോലീസ് സ്റ്റേഷനിലത്തെ ഒരു സാറാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് SPC എന്ന് പറഞ്ഞ സാധനം എന്നറിയാലോ. പിന്നെ ജഗും കൂട്ടരൊക്കെ അവിടെയാണ്. അവർക്ക് യൂണിഫോം തേച്ച് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാവരും ആ വേഷത്തിലിട്ടാ. ഈ സാറാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. വലിയൊരു പോലീസ് സ്റ്റേഷനിലത്തെ സാറാണ്. ഒരു ക്ലാസ്സിലെക്കട്ടെ, നമ്മളിപ്പോൾ വീട്ടിൽ പോണ്. കുട്ടികളിലെ അച്ചടക്കം, പിന്നെ കാര്യക്ഷമത, ഉത്തരവാദിത്വം, പിന്നെ നല്ല നല്ല പൗരന്മാരായിട്ട് കുട്ടികളെ വാർത്തെടുക്കാനൊക്കെ ആയിട്ട് SPC വളരെയേറെ ഉപകരിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും SPCയിൽ ചേർത്താം. അത് നോക്കിയാൽ അവർ എത്ര നമുക്കൊന്നും ഇങ്ങനത്തെ പരിശീലനം കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ സ്കൂളിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജഗുവിനെ സ്കൂളിൽ നിന്ന് SPCയുടെ ക്ലാസ് കഴിഞ്ഞ് വന്നു. ഇനി ജഗുവിന് ഒരു സരിത ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. സരിത അല്ലേ? ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ഇന്നത്തെ പാചകം. അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിരുന്നു പഴംപൊരി കഴിച്ചിട്ടുണ്ട്. ഞാനൊരു ചായ കുടിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നൂഡിൽസിലേക്ക്. നൂഡിൽസ് റെസിപ്പിയാണ് ജഗുവിന് വളരെ ഇഷ്ടമുള്ളത്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ ഇന്ന് എനിക്കിവിടെ പ്രാധാന്യമില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലർപ്പ് ഫാം മില്ലറ്റ് നൂഡിൽസ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചതാട്ട് ഇന്നലെ. അപ്പം ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലോ. യൂട്യൂബിൽ ഇഷ്ടംപോലെ പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഭയങ്കര റിവ്യൂസാണ് ഇതിന്. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയ, കുട്ടികൾക്ക് നൂഡിൽസ് ഇഷ്ടമില്ലാത്ത പിള്ളേർ ഉണ്ടാവില്ല. പക്ഷേ നമുക്കിത് കൊടുക്കാൻ അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല, മൈദ ആയതുകൊണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലറ്റ് നൂഡിൽസ് ആണ്. ഓൾ വീറ്റും ഉണ്ട്, പിന്നെ ഫോക്സ്റ്റൈൽ മില്ലറ്റും ഉണ്ട്. ഫോക്സ്റ്റൈൽ മില്ലറ്റ് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? വൈറ്റമിൻ A, മിനറൽസ്, മാഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനം എന്ന് പറയണതേ, ഇത് ഞങ്ങള് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടാ. ഇത് 3 പാക്കറ്റിന്റെ ഒരു പാക്കായിട്ടാണ് വാങ്ങിച്ചത്. വരുന്നുണ്ട് ചേട്ടാ ഞങ്ങളുടെ കൂടെ? 3 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സാധനം ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് ഉള്ള സാധനം ഹെൽത്തി ആയിരിക്കില്ല, അങ്ങനെയാണല്ലോ പറയാ. അപ്പം ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൽ എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കെമിക്കൽസ് ഇല്ല, പിന്നെ സീറോ ജങ്ക് പ്രോമിസ് എന്നിട്ടൊക്കെ നോ റിഫൈൻഡ് ഫ്ലോർ ഉപയോഗിച്ചിട്ടല്ല ആക്കിയേക്കണേ. പിന്നെ അതുപോലെ ഫ്രൈഡ് അല്ല ബേക്ക്ഡ് ആണ്. അങ്ങനെ ഗുണങ്ങൾ അത്രയ്ക്കധികമാണ്.
ധൈര്യമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് തന്നെ ഇങ്ങനത്തെ ഇത് കൊടുക്കാം ധൈര്യമായിട്ട്. മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മെയ്ഡ് ബൈ 2 mothers, 2 അമ്മമാർ കൂടിയിട്ടാണ്. അതായത് അവരുടെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എന്ത് പാക്ഡ് ഫുഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിൽ പ്രിസർവേറ്റീവ്സ് കെമിക്കൽസ് ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ സ്വന്തം മക്കൾക്ക് കൊടുക്കാനായിട്ട് നല്ല ഭക്ഷണം കിട്ടാത്ത ആ അമ്മമാർ പാവം അവരാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഉപജ്ഞാതാക്കൾ, ഓണേഴ്സ്. അപ്പോൾ ഞാൻ എന്തൊരു ചെയ്ത് ഞാൻ പറഞ്ഞു വന്നിട്ടായിരുന്നു, ടേസ്റ്റുള്ള ഭക്ഷണം ഹെൽത്തി ആയിരിക്കില്ല, ഹെൽത്തി ആയിട്ടുള്ളത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല പറയാം. അപ്പം അത് കാരണം ഞങ്ങളിത് വാങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടാ. ഇതാണ് ഉണ്ടാക്കിയത് ഇന്നലെ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എന്തിട്ടാ ചേട്ടന് ഇഷ്ടപ്പെട്ടാ. ഞങ്ങൾ ഇതൊരു ലോഡുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പച്ചക്കറികളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ സവോളയൊക്കെ വാട്ടി. ഇതിൻ്റെ ഉള്ളിലൊരു മസാല പാക്കറ്റ് ഉണ്ട്, അതിലും കെമിക്കലൊന്നും തന്നെ ഇല്ല എന്നാണ് പറയണത്. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിച്ചപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ട്, ധൈര്യമായിട്ട് ആൾക്കാരോട് പറയാൻ വാങ്ങിച്ചോളാൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇതിലത്തെ ഏതെടുക്കണ്ട ജഗ്ഗുവ? പച്ച. അപ്പൊ പച്ച കൊണ്ടാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണേട്ടാ. ഇത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഇതെന്തിട്ടാ ഇതിന്റെ പ്രത്യേകത എന്തിട്ടാണ്? പച്ച ലിറ്റിൽ മില്ലറ്റ് എന്നാണ്. അത് ഓരോ 3 ഫ്ലേവർ ആണ്. ഇത് കറി മസാല എന്നാണ് എഴുതിയേക്കണേ. ഇത് കുറച്ചുകൂടെ സ്പൈസി ആന്ന് തോന്നുന്നുണ്ട്. സ്പൈസി എവിടേക്ക് അല്ലെ രണ്ടവിടേക്ക് എന്താ കഴിയുമ്പോൾ വിളിച്ചാൽ മതിയല്ലേ. ഇത് ഫോക്സ്റ്റൈൽ മില്ലറ്റ് ഇങ്ങനെയാണ് കേട്ടത്. അപ്പൊ നമ്മൾ ഇനി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിനായം തന്നെ ഇത് വേവിക്കണം. ഇത് വേവിക്കണമെങ്കിൽ ആയം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വന്നോ പോരെ? എന്തൊട്ട് പണി? ഞാൻ അറിയാത്ത എന്ത് പണിയാണ് ചേട്ടൻ അവിടെ ഉള്ളത്? അതാണ് എനിക്ക് അറിയണ്ടേ. പറയേ, ഗോഷ്ടി കാണിക്കണ്ട്. ഇല്ല, എനിക്കറിയാം കട പോണേന്ന്. അല്ല ചേട്ടൻ ഇപ്പൊ തന്നെ ചട്ടകെടുക്കാം, വലിയ ചട്ടകെടുക്ക ഓടി വന്നിട്ടുണ്ടായിരുന്നു. പപ്പായ ഹൽവ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ചേട്ടൻ, വീണ്ടും അരിപ്പൊടി ചേർത്തിട്ട്. അപ്പോൾ അത് അവസാനം കെട്ടായി തുടങ്ങി, കഴിയുമ്പോൾ വന്നോളോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടാണ് ഈ പോണതല്ലേ. എന്നിട്ട് വെറുതെ ഗോഷ്ടി കാണിക്കാൻ നിൽക്കുക. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇവിടെ നിൽക്ക്. അതിനെന്തിനു ചേട്ടൻ പോയിട്ട് എന്തായാലും ഭയങ്കര മഴ തടഞ്ഞു നിർത്താനാണോ? നാണക്കേടായി തുടങ്ങി ചേട്ടൻ നേരെ SPC എന്ന് പറഞ്ഞിട്ട്. അല്ല, ജഗ്ഗുന എല്ലാവരും കാണുമ്പോ പറയായി ഉയരം വെച്ചു, വലിയ ചെക്കനായി എന്നൊക്കെ പറയും. എന്നിട്ട് എത്രയല്ല പഠിക്കണം ചോദിക്കുമ്പോ 8 എന്ന് പറയുമ്പോ 8-ലായാ? ഒയ്യോ 8-ലായി എന്ന് തോന്നില്ല. എത്ര വയസ്സായി? 13 വയസ്സായ അങ്ങനെ തോന്നില്ല. 10 വയസ്സൊക്കെ തോന്നുള്ളൂ എന്ന് പറയും. അപ്പൊ അതോടുകൂടി ജഗ്ഗു ഡൗൺ ആവും. മഴ പെയ്തു, നല്ല മഴ പെയ്തു. ഇതിലേ മോളമ്മാൻറ്റി ഇല്ലേ, നമ്മുടെ മോളമ്മാൻറ്റി അന്ന് വന്നിട്ടൊരു ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കിയല്ലോ. അപ്പൊ അതുപോലെയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പറയില്ല, ഇന്നലെ അതൊന്നുമില്ലേ, വെറുതെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി അതിലുള്ള മസാല പാക്കറ്റില്ല അത് പൊട്ടിച്ചിട്ടിട്ട് ഇത് വേവിച്ച് മിക്സ് ചെയ്യുക ചെയ്തുള്ളൂ, അത്രേ ചെയ്തുള്ളൂ. എന്നിട്ട് തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആവും. അപ്പോൾ അതുപോലെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ കുറെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യണം. നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മുളമാൻറ്റി ഉണ്ടാക്കിയത് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചിക്കനൊന്നും നമ്മുടെ കയ്യിലില്ല. വേണമെങ്കിൽ മുട്ട കുത്തി പിരിച്ചിടാം അല്ലേ ചേട്ടാ? അത് നമ്മുടെ കയ്യിലുള്ളത് പോലെ. അല്ലെങ്കിൽ ഇപ്പൊ വെജിറ്റബിൾസ് ഉള്ളെങ്കിൽ അത് ഇടാം. ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഇടാം. ചീസ് ഇടണം. ചീസ് വേണ്ട. അപ്പൊ വെള്ളം തിളക്കട്ടെ കേട്ടാ. വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് ഇത് അതിലിടാൻ. എന്നിട്ട് 4 മിനിറ്റ് കുക്ക് ചെയ്യാം. അത് കഴിയുമ്പോ പിന്നെ പച്ചവെള്ളത്തിൽ കഴുകണം. അങ്ങനെയൊക്കെയാണ്. തുറന്നോടാ. മില്ലറ്റ് ആയതുകൊണ്ടാവും വാങ്ങിക്കണം. നൂഡിൽസ് അവിടെ നിന്ന് കിട്ടും. എങ്ങനെയാണ് ഈ സാധനം ഇരിക്കണത്? നമ്മുടെ വെള്ളം തിളച്ചു. ഇതിൽ പറയണ്ട് 4 കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിക്കേണ്ടത്. അപ്പൊ 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ ഇതേ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ മസാല പാക്കറ്റ് അതിൽ. സാധാരണ ചേട്ടനാണല്ലോ എല്ലായ്പ്പോഴും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങളൊക്കെ വിളിക്കാറ്. ഇതിപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഉണ്ടാക്കിയിട്ട് ചേട്ടനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം കേട്ടോ, അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ ചിലപ്പോൾ പകരം വീട്ടോ നോക്കാം. കുറെ കുറ്റം പറഞ്ഞു അവിടെ നോക്കുന്നുണ്ട്. 4 മിനിറ്റാണ് കേട്ടോ പറഞ്ഞേക്കണത്.
സമയം നോക്ക്, ടൈം വാച്ചില്ലേ കയ്യില്? വേവട്ടെ. ഇത് 4 മിനിറ്റ് ആയിട്ടാ. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ഡ്രെയിൻ ചെയ്യണം, എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകണം. അപ്പോൾ ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് ഇവിടെ വെച്ചു. ഇതിങ്ങനെ വാലാനായിട്ട് വെച്ചു. ഇനി നമ്മൾ എന്തുകൂടി ചെയ്യാൻ പോണേന്ന് അറിയോ? വീട് കത്തിക്കോ? അതെടുത്തു. അത് ശരി, ഇവിടെ അപ്പോഴേക്കും തീറ്റ തുടങ്ങി. അച്ഛൻ്റെ എല്ലാം മോനല്ലേ. അപ്പം ഈ സാധനം നോക്കണ്ടേ നീ? അങ്ങനെ തന്നെ രസമുണ്ടാ? കണ്ടാ, അത് വെറുതെ ഒന്നും ചെയ്യാണ്ട് തന്നെ ദേവണ്ണ എടുത്ത് കഴിക്കുന്നു. ജഗ്ഗുന് കുഴപ്പമില്ലാന്ന്, ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല അല്ലേ. ഒലിവ് ഓയിലാണ് നമ്മളിത് ചെയ്യണം കേട്ടാ. വെള്ളം വറ്റട്ടെ. ഒലിവ് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി എന്നിട്ടാണ് വെളുത്തുള്ളി കുനുകുനുന്നതിന് അരിഞ്ഞ് ഇട്ടു. അന്ന് ഇത് നന്നായിട്ട് വാടി വന്നപ്പോൾ ചിക്കൻ പീസുകളാണ് ഇട്ടത്. ഇന്നിപ്പോൾ ചിക്കൻ പീസ് ഒന്നുമില്ല ഇടാം നമുക്ക്. ഇതിപ്പോൾ ഉണ്ടാക്കാൻ ഇന്ന രീതിന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ മക്കൾക്ക് എങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇഷ്ടം അതുപോലെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് സമാധാനമായിട്ട് കൊടുക്കാമല്ലോ. എന്താ നല്ല സാധനമാണ് എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി നമുക്ക് കൊടുക്കാമല്ലോ. ഇത് നല്ലതേ വാടി ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടാ. ഇനി നമ്മൾ ഇടാൻ പോണത് ഇതിലേക്ക് ക്യാരറ്റാണ് ആദ്യം തന്നെ ഇടണേ. കാരണം ക്യാരറ്റാണല്ലോ വേവാൻ ഇത്തിരി പാട്. ക്യാപ്സിക്കൊക്കെ വേഗാവില്ലേ. ക്യാരറ്റ് ഒന്നായിട്ട് നമുക്ക് ബീൻസ് ഇടാം. ഒന്ന് തളർന്നുണ്ട് ഇട്ടത്, അപ്പോൾ ബീൻസ് ഇട്ടു. ഭയങ്കരമായിട്ട് പച്ചക്കറികൾ കുക്കാവാൻ പാടില്ല. ബീൻസ് ഇട്ടിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്ക് ക്യാപ്സിക്കം 3 കളർ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പച്ച, മഞ്ഞ, ചുമപ്പ് 3 കളറും ഉണ്ട് കേട്ടോ. കളർഫുൾ അങ്ങോട്ട് ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ 3 കളർ ക്യാപ്സിക്കം ഇട്ടു. ഇനി നമുക്ക് ഇത്തിരി സോയാ സോസ് വയ്ക്കാം. ശരിക്കും വേറെ നമ്മൾ ഉപ്പ് ചേർക്കണില്ല കേട്ടാ, സോയാ സോസാണ് ഒഴിക്കണം. ഇത്തിരി ഒഴിക്കണം. ഉപ്പ് കൂടും. നൂഡിൽസിൽ നമ്മൾ ചേർത്തിട്ടില്ല വേവിക്കുമ്പോഴൊന്നും. പിന്നെ അതിൽ വല്ല ഉപ്പുണ്ടെങ്കിൽ തന്നെ അത് ഇത്രയധികം വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിച്ച് വേവിച്ച് പിന്നെയും വെള്ളം ഒഴിച്ച് കഴുകി ഇതാണ്. അപ്പോൾ അതിൽ വെള്ളം ഉപ്പ് പോയി. അല്ല, നീ അത് കഴിച്ചതല്ലേ എടുത്തിട്ട് ഉപ്പുണ്ടായില്? ഇതിന് ഉപ്പൊന്നും അറിയില്ലേ. ഉപ്പില്ലാത്ത കഞ്ഞി കൊടുത്താൽ അവൻ കുടിച്ചോളും. പിന്നെ നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൽ ഉപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ അത് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. അതെ, ഇപ്പെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി. പിന്നെയും പോയിട്ട് എടുത്ത് കഴിച്ചാൽ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ മസാല ഉണ്ടല്ലോ, അത് നമ്മൾ ഇടാൻ പോവാട്ടാ. അത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം. ക്യാരറ്റ് അതൊക്കെ അല്ല, ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടായിരുന്നു. അതൊന്നും ഇല്ല ഇവിടെ. സ്പ്രിംഗ് ഒനിയൻ അതൊക്കെ ഇടായിരുന്നു. നമ്മൾ ആ സ്പൈസ് മിക്സ് ഇതിലേക്ക് ചേർത്തു. അപ്പോൾ ആ ചൈനീസ് നൂഡിൽസ് എന്നുള്ള ആ ഫ്ലേവർ അങ്ങോട്ട് പോയിട്ടാ അതിട്ടപ്പോൾ. ചിക്കനൊന്നും ഇടാത്തതല്ലേ, അപ്പോൾ 2 മുട്ട കൊത്തിപ്പൊരിച്ചിട്ട് ഇതിൽ ഇടാൻ പോവാട്ടാ. ഒലിവ് ഓയിലാണല്ലോ അത് ചെയ്തത്. അപ്പോൾ അത് കാരണം ഒലിവ് ഓയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇളക്കിക്ക് അതെ. ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഇത്തിരി മുന്നേ ചെയ്യേണ്ടതായിരുന്നു. എന്താ വെച്ചാൽ ആ വെജിറ്റബിൾസ് അധികം കുക്കാവാൻ പാടില്ലല്ലോ. കുഴപ്പമില്ല, കുട്ടികൾക്ക് ആണല്ലോ നമ്മളിത് മെയിനായിട്ട് ഉദ്ദേശിക്കണത്. അപ്പോൾ അവർക്കാവുമ്പോൾ ഇത്തിരി വെന്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ മുട്ട കൊത്തി പൊരിച്ചത് ഇഷ്ടമുള്ള കുട്ടികൾക്ക് അത് ചേർക്കാം. ചിക്കൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള കുഞ്ഞു പീസുകളാക്കിയിട്ട് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെയാണെന്ന് ചെയ്യാം. ഇത് നമ്മൾക്ക് ഇതിലിടാം കേട്ടാ. തീ ഞങ്ങൾക്ക് എടുത്തിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് മല്ലിയില ഇടാം നമുക്ക്. കുറച്ച് ലാസ്റ്റ് മേലിടാം. ഒറിഗാനോ വേണമെങ്കിൽ ഇടാം. കുറച്ചും കൂടി സോയാ സോസ് ഒഴിക്കാം. നമുക്ക് നമ്മുടെ നൂഡിൽസ് ചേർക്കാം കേട്ടോ. അയ്യോ, കുറേശ്ശെ ചേർക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഉപ്പ് കുറവാവും കേട്ടോ. നമ്മൾ സോയാ സോസ് മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അധികം ഒഴിച്ചിട്ടുമില്ലല്ലോ. വേണമെങ്കിൽ ഉപ്പൊരു തരി ഇടാം നോക്കിയിട്ട്. പിന്നെ ചേട്ടനെ വിളിക്കാം. എൻ്റെ അമ്മേ ദേ വരുന്നു. കഴിഞ്ഞു. ചേട്ടനെ വിളിക്കാൻ ദേ ഞാൻ ജഗ്ഗുവിനോട് പറയായിരുന്നു. എന്താ മണം കിട്ടിയ?
ചെവിയിൽ ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ മണം കിട്ടാണ്ടിരിക്കൂ, കേൾക്കാണ്ടിരിക്കല്ലേ ചെയ്യാ. അത് മല്ലിയില തട്ടിപ്പോയതാ. കുറച്ചിന്റെ മേലെ മല്ലിയില ഇടാനായിട്ടേ, കുറച്ച് മല്ലിയില ഇതിന്റെ മേലെ ഇടാൻ വേണമെങ്കിൽ ഇടാം. അവിടെ ഇരിക്കുന്നുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, തട്ടിപ്പോയി. ആ പൊറിയാനിടാൻ പോവാ. ഇത്തിരി മല്ലിയില ഇതിന്റെ മേലെ വിതറുകയാണ്. അപ്പൊ കഴിക്കാം, പ്ലേറ്റ് എടുക്കാം നമുക്ക്. ജഗുവിന് വിളമ്പി എനിക്ക് വിളമ്പണ്ട, സരിതിക്ക് വിളമ്പണം. കാണാൻ നല്ല ഗ്ലാമർ അല്ലേ സാധനം. ഇത് ചിക്കൻ പീസുകളാണ് കോഴിമുട്ടേക്കാളും വാങ്ങി ചോദിച്ചെന്ന് തോന്നുന്നു. ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇട്ടില്ല എന്ന് മാത്രം. എനിക്ക് കുറച്ച് മതി. ഞാനേ ഇതിനടുത്ത് ചോറുണ്ടു, സാമ്പാർ കൂട്ടാനായിരുന്നു. അത് കണ്ടപ്പോ പെട്ടെന്നൊരു ഇഷ്ടം കൂടെ വന്നു. ഇപ്പൊ ഏത് കൂട്ടാൻ കണ്ടാലും വരും. ഞാൻ കൈ കൊണ്ട് തിന്നോട്ടാ, അങ്ങനെ പുറവില്ല കേട്ടാ. ചൂട് നല്ല രസമുണ്ട് കേട്ടാ, സൂപ്പറായിട്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം, പിന്നെ അമ്മമാർക്ക് ഉണ്ടാക്കാൻ എളുപ്പം ഒക്കെ നൂഡിൽസാണ്. പക്ഷേ അൺഹെൽത്തി ആയതുകൊണ്ട് തന്നെ അധികം അമ്മമാരുണ്ടാക്കി കൊടുക്കാറില്ല. ഈ സാധനമാകുമ്പോൾ ധൈര്യമായിട്ട്, മില്ലറ്റ് അല്ലേ, ധൈര്യമായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടോ. അപ്പം ഇത് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള ഓൺലൈൻ ഇതിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഈ സ്ലർപ്പ് ഫാമിൻ്റെ അവരുടെ ഇതുണ്ട് വെബ്സൈറ്റ്, അതിൽ കയറി വാങ്ങിക്കാം. അപ്പം നമ്മളൊരു കൂപ്പൺ കോഡ് തരാം കേട്ടോ. ആ കൂപ്പൺ കോഡിൽ കയറിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. എൻ്റെ അടുത്ത് പറഞ്ഞു ചോറിൻ്റെ കാരണം ഇത്തിരി എനിക്ക് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മതി, അത് നമുക്ക് രണ്ടാളും കൂടി ഒരു പ്ലേറ്റിൽ എടുത്താൽ മതി. എനിക്കറിയാൻ ചേട്ടന്, അത് കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ പ്ലേറ്റ് ചേട്ടന് കൊടുത്തു. കാരണം ജൈവ സാധനങ്ങൾക്കല്ല എന്താ പറയുന്നത്, ഹെൽത്തി സാധനങ്ങൾക്ക് അധികം ടേസ്റ്റ് കുറയില്ല. പക്ഷെ ഇവൻ തകർത്തു. ഇപ്പൊ ഇവർക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിട്ടാ, എല്ലാവരും ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാക്കി. ഒരു കുറവില്ല. ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളോ. ഗുണെടുത്ത് കൊടുത്തത് കേട്ടോ, അവന് കിട്ടുള്ള എടുക്കാനായിട്ട്.